T24 എന്ന് പുറത്തുവിട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ശബരിമലയ്ക്ക് പിന്നാലെ കൊല്ലം ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലും സ്വർണ്ണപ്പാളി വിവാദം. ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊടിമരം ക്ലാവ് പിടിച്ച സംഭവത്തിൽ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം എങ്ങും എത്തിയില്ല. 6 കിലോ സ്വർണം ഉപയോഗിച്ച് പണിത കൊടിമരം 3 മാസം കൊണ്ട് കറുത്തുപോയിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി കൊണ്ടുപോയ കൊടിമരത്തിലെ സ്വർണ്ണപ്പാളി ദേവസ്വം ബോർഡ് തിരിച്ചു തരുന്നില്ല എന്നാണ് പരാതി. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇവിടെ നിന്നപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി കൊടിമരം ഒന്ന് ചെന്ന് കാണണമെന്ന്. അങ്ങനെ ചെന്ന് കണ്ടപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് തോന്നിയത്. അപ്പം തന്നെ അത് ദേവസ്വം ബോർഡിന് ഞാൻ പരാതി, അന്ന് ഗോവിന്ദൻ നായർ സാറാണ് പ്രസിഡന്റ്, അദ്ദേഹത്തിനും അതിൻ്റെ ബന്ധപ്പെട്ട വകുപ്പുകളൊക്കെ ഞാൻ പരാതി കൊടുത്ത്. അപ്പോൾ അതൊന്നും അവർ അത് മൈൻഡ് ചെയ്തില്ല. എന്നാൽ പിന്നെ ഞാൻ ഓംബുഡ്സ്മാന് പരാതി കൊടുത്ത് അദ്ദേഹമാണ് ഇത് വന്ന് പരിശോധിച്ച് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത്. കൊല്ലം ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊടിമരം ക്ലാവ് പിടിച്ച സംഭവത്തിൽ 10 വർഷമായിട്ടും അന്വേഷണം എങ്ങും എത്തിയില്ല. 6 കിലോ സ്വർണം ഉപയോഗിച്ച് പണിത കൊടിമരം 3 മാസത്തിനുള്ളിൽ കറുത്തു പോവുകയായിരുന്നു. ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ അഴിമതി കണ്ടെത്തിയിരുന്നു. നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും അവർ ചിലവഴിച്ച ഈ ആ തുക ഉപയോഗിച്ച് നിർമ്മിച്ച സ്വർണ്ണപ്പറകൾ, ആ പറകളിൽ അത്രയും സ്വർണം തന്നെ ഉണ്ടോ എന്നുള്ളത് ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥരും ഭക്തജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി കൊണ്ടുപോയ കൊടിമരത്തിലെ സ്വർണ്ണപ്പാളികൾ ദേവസ്വം ബോർഡ് തിരിച്ചു തരുന്നില്ലെന്ന് ദേവസ്വം ഉപദേശക സമിതി. ഏതാണ്ട് 8.5 കോടി രൂപയുടെ മേളിൽ വരും ഇപ്പോഴത്തെ അതിൻ്റെ വാല്യൂ. ഇപ്പോഴത്തെ നമ്മുടെ ഉപദേശ സമിതിയുടെ നിലപാടെന്ന് പറയുന്നത് ഭക്തജനങ്ങൾ കൊടുത്ത സ്വർണം എവിടെ, അത് ഇപ്പം ഏത് രൂപത്തിലായാലും അത് ശാസ്താംകോട്ട അമ്പലത്തിന് ആസ്തിയാണ്. കൊടിമരത്തിൽ ഉപയോഗിച്ച സ്വർണത്തിന്റെ തൂക്കത്തിൽ കുറവുണ്ടെന്നും പരാതിയുണ്ട്. സ്വർണം പൂശിയ 19 എണ്ണത്തിൽ 14 നമ്പർ ഒഴികെ ബാക്കി എല്ലാ പാളികളും കറുത്തതായും അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ ജി ബൈജു സാക്ഷ്യപ്പെടുത്തിയ റിപ്പോർട്ട് 24 മാത്രമല്ല, കഴിഞ്ഞ 10 വർഷമായി സ്വർണം പൂശിയ പാളികൾ ദേവസ്വം ബോർഡിന്റെ ഗോഡൌണിൽ ചാക്കിൽ പൊതിഞ്ഞ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.